പിന്നെ ALEയുടെ കേസ് ഞാൻ പറഞ്ഞു. ALE എന്ന് പറയുന്നത് ഞാൻ മൾട്ടിപ്ലക്സ്ഡ് ബസ് അതിനെ ഡീമൾട്ടിപ്ലക്സ് ചെയ്യാൻ വേണ്ടിയ സാധാരണ ഈ ALU അഡ്രസ് ലാച്ച് എനേബിൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡീമൾട്ടിപ്ലക്സ് ദ അഡ്രസ് ഡേറ്റ സിഗ്നൽ. അപ്പോ AD0 to AD7 എന്ന് പറയുന്ന ഇതിന് ഈ പറഞ്ഞ മൾട്ടിപ്ലക്സ് ചെയ്തിരിക്കുന്നതിൽ അഡ്രസ് ആണോ ഡേറ്റ ആണെന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് ഡീമൾട്ടിപ്ലക്സ് ചെയ്യാൻ വേണ്ടിയാണ് ALU സിഗ്നൽ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം, EA ബാർ നമ്മൾ ALE പറഞ്ഞു, VSEN ബാർ പറഞ്ഞു, EA ബാർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആക്സസ്. നമുക്കിപ്പോ അതിന്റെ ഫുൾ ഫോം എന്താണ്? എക്സ്റ്റേണൽ ആക്സസ് എന്നാണ്. ഈ എക്സ്റ്റേണൽ മെമ്മറി ഇന്റർഫേസിനെ ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നത്. എക്സ്റ്റേണൽ ആക്സസ് വേണമെങ്കിൽ അതിനെ സീറോ ആക്കുക, എക്സ്റ്റേണലി കണക്ട് ചെയ്യണമെങ്കിൽ അതിനെ സീറോ ആക്കുക. അതൊരു ആക്റ്റീവ് ലോ പിന്നാ. അപ്പൊ അത് സീറോ ആകുമ്പോഴാണ് ആക്റ്റീവ് ആകുന്നത്. ആക്റ്റീവ് ലോ പിൻ മീൻസ് അത് ആക്റ്റീവ് ആകുന്നത് സീറോ ആകുമ്പോഴാണ്. EA ബാർ എന്ന് പറയുന്ന ഒരു നോട്ട് സിഗ്നൽ, അതായത് ഒരു ബാർ കാണുമ്പോൾ തന്നെ, അതായത് അതിന്റെ ആക്റ്റീവ് ലോ ആണെന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം അത് സീറോ ആകുമ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നതാണ് അർത്ഥം. അപ്പോ EA ബാർ പിൻ എക്സ്റ്റേണൽ ആക്സസ് ഇൻപുട്ട്, എക്സ്റ്റേണലി മെമ്മറി ഇന്റർഫേസ് എന്നെങ്കിൽ EA ബാർ പിന്നെ സീറോ ആകണം. പോർട്ട് 0-ല് ഇന്റേണൽ പുള്ളപ്പ് റെസിസ്റ്റർ ഇല്ല. ആ പോയിന്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പോർട്ട് 0-ൽ there is no internal pull-up resistor. There is no, നേരത്തെ നമ്മൾ പറഞ്ഞു പോർട്ട് 1-ല് ഇന്റേണലി പുള്ളപ്പ് ഉണ്ട്. ഇന്റേണലി പുള്ളപ്പ് മീൻസ് നമ്മൾ അതിന്റെ ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് റെസിസ്റ്റൻസ് VCCലോട്ട് കണക്ട് ചെയ്യും, പുള്ളപ്പ് ചെയ്തിരിക്കും. അത് ഡീറ്റെയിൽ ഇത്രയും ഓർത്തിരുന്നാൽ മതി. പോർട്ട് 0-ല് ഇന്റേണൽ പുള്ളപ്പ് റെസിസ്റ്റർ ഇല്ല. പോർട്ട് 1-ല്, അതായത് നേരത്തെ പറഞ്ഞ പോർട്ട് 1-ല് ഇന്റേണൽ പുള്ളപ്പ് റെസിസ്റ്റർ ഉണ്ട്. ആ ഒരു വ്യത്യാസം അറിഞ്ഞിരിക്കുക. ഏകദേശം അത്യാവശ്യമുള്ള നിങ്ങൾ ഓർത്തിരിക്കേണ്ട EA ബാർ പിന്നെ ഓർത്തിരിക്കുക, ALE പിന്നെ ഓർത്തിരിക്കുക, PSEN ബാർ ഓർത്തിരിക്കുക. ഏറ്റവും പ്രധാനം അതാണ്. ദെൻ ക്രിസ്റ്റൽ STAL1 STAL2 അത് ഓർത്തിരിക്കുക. നമ്പറൊന്നും ഓർത്തിരിക്കണമെന്നില്ല, പക്ഷെ ഓരോന്നിന്റെ ഫംഗ്ഷൻ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്റേണലി പുള്ളപ്പ് റെസിസ്റ്റർ ഉള്ളത് പോർട്ട് 1-ലും ഇല്ലാത്തത് പോർട്ട് 2-ലാണെന്ന് പറഞ്ഞു. പ്രോഗ്രാം മെമ്മറിയും ഡേറ്റ മെമ്മറിയും ഒരു ഐഡിയ നമ്മൾ തന്നിട്ടുണ്ട്. സോ ഇനി അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ. 8051-ല് ഇന്റേണൽ റോം ഉണ്ട്, ഇന്റേണൽ റാം ഉണ്ട്. അത് പോയിട്ട് നമുക്ക് എക്സ്റ്റേണലി കണക്ട് ചെയ്യാനും പറ്റും. അതായത് ഇന്റേണൽ മെമ്മറി ഇൻഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ മെമ്മറി സ്യൂട്ടബിൾ സർക്യൂട്ട്സ് വെച്ച് കണക്ട് ചെയ്യാം. അതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഒരു കുഞ്ഞു ഐഡിയ തരാം. അതായത് ഇവിടെ ഞാൻ EA ബാർ പിന്റെ കേസ് പറഞ്ഞു. EA ബാർ എന്ന് പറയുന്നത് അത് ആക്റ്റീവ് ലോ സിഗ്നലാ. അത് ലോ ആണെങ്കിൽ എക്സ്റ്റേണലി കണക്ട് ചെയ്യുമ്പോൾ അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഹൈ ആ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറി എന്ന് പറയുന്നത് ഇന്റേണൽ മെമ്മറിയാ. ഇനി എക്സ്റ്റേണൽ ആണ് ആക്സസ് ചെയ്യുന്നത്. ഇത് സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി ആയിരിക്കും ഉപയോഗിക്കുന്നത്. 4 KB ഇന്റേണൽ റോം ഉണ്ട് നമ്മൾ പറഞ്ഞു. അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് അതൊന്ന് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 4 KB ഓഫ് ഇന്റേണൽ റോം അഡ്രസ് സ്പേസ് 0000 മുതൽ 0FFF വരെയാണ്. ഇനി അഡ്രസ് സ്പേസ് ഇതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ CPU ഓട്ടോമാറ്റിക്കലി ഫെച്ച് ദ കോഡ് ഫ്രം എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറി. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളിപ്പോ ഒരു 1 KB മെമ്മറിയാണ് നമ്മുടെ കപ്പാസിറ്റി എങ്കിൽ അതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് അഡ്രസ് എന്ന് പറയുന്നത് അതിന്റെ കപ്പാസിറ്റി 1 KB ആണ്. 1 KB എന്ന് പറയുന്നത് 1024 ബൈറ്റ്. ക്ലിയർ? 1 KB ഈക്വൽ ടു 1024 ബൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/10. ക്ലിയർ ആണോ? 1 KB എന്ന് പറയുന്നത് 1024 ബൈറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/10. ഈ 2/10 എന്ന് പറയുന്നത് 10 ബിറ്റ് വെച്ച് നമുക്ക് 1 KB അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന. അത് 1024 ബൈറ്റ് അഡ്രസ് ചെയ്യാൻ പറ്റും 10 ബിറ്റ് വെച്ചിട്ട്. 10 ബിറ്റ് 10 പൊസിഷൻ നിങ്ങൾ എടുക്കുക. 10 പൊസിഷനിലും എല്ലാം 0 ആക്കുക, എല്ലാം 1 ആക്കുക. അതാണ് മിനിമം മാക്സിമം. അതായത് ഇപ്പൊ 10 പൊസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഒന്ന് എഴുതാം 0000000000. അതാണ് 10 പൊസിഷൻ ഞാൻ പറഞ്ഞത്. എല്ലാം 1 ആക്കുക. 11111111. ഇനി 4 വെച്ച് ഞാൻ ഗ്രൂപ്പ് ചെയ്യാണ്. ഇത്ര ഒരു ഗ്രൂപ്പ്, അടുത്ത് ഇത്ര ഒരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്. അതായത് 000 മുതൽ 3FF വരെ ഇത് വേരി ചെയ്യും. ഇതിന്റെ അഡ്രസ് വേരി ചെയ്യും. അതായത് 1 KB മെമ്മറിയാണ് നമ്മുടെ കപ്പാസിറ്റി എങ്കിൽ
അതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് 000 മുതൽ 3FF വരെ വേരി ചെയ്യും. അത് പറയാനുള്ള കൂടെ ഞാൻ ആവർത്തിക്കാം. 1 കിലോബൈറ്റ് ആണ് നമ്മുടെ മെമ്മറി. ഈ 1 കിലോബൈറ്റ് മെമ്മറി നമുക്ക് അതിനെ നമ്മളിന്റെ എക്സ്പാൻഷൻ 1 കിലോബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 ബൈറ്റ്. ഡൗട്ട് ഇല്ലല്ലോ? 1024 ബൈറ്റ് എന്ന് പറയുന്നത് 2⁻10 ആണ്. അതായത് വിത്ത് 10 ബിറ്റ്സ് വി ക്യാൻ അഡ്രസ് 1024 ലൊക്കേഷൻസ്, അങ്ങനെയാണെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും 10 ബിറ്റ് ആണ്. 2⁻10 ആണ് 1024. അപ്പൊ 10 ബിറ്റ് എടുക്കുക, 10 പൊസിഷൻ എടുക്കുക. ഓരോ പൊസിഷനിലും 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. ഓരോ പൊസിഷനിലും 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. ഓരോ പൊസിഷനും എല്ലാം 0 എഴുതുക. 0 0 0 എല്ലാം 0 എഴുതുക, എല്ലാം 1 എഴുതുക. എന്നിട്ട് 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യുക, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. 4 വെച്ച് ഗ്രൂപ്പ് ചെയ്തപ്പോ 000 മുതൽ 3FF വരെ വന്നു. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ നിങ്ങളൊന്ന് കണക്കാക്കിയേ. 4 കിലോബൈറ്റ് ആണ് നമ്മുടെ റോമെങ്കിൽ 4 കിലോബൈറ്റ് ആണ് നമ്മുടെ റോമെങ്കിൽ 4 കിലോബൈറ്റ് എന്ന് പറയുന്നത് 4096. ദാറ്റ് ഈസ് 2⁻12 ആണ്. 2⁻12 ആണ് 4096. 12 ബിറ്റ് ആണ്. അപ്പൊ എല്ലാം എന്ത് ചെയ്യുക? 0 ആക്കുക. അപ്പോ 0 എല്ലാം ആക്കി കഴിഞ്ഞാൽ 000, 1 ആയി കഴിഞ്ഞാൽ FFF. അതാണ് ഇവിടെ അവസാനത്തെ 4 ബിറ്റിന് 0 ആയതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് 00000FFFH. അപ്പൊ 4 കിലോബൈറ്റ് ഓഫ് മെമ്മറി എന്ന് പറയുന്ന റോമ് അഡ്രസ് 0000 മുതൽ 0FFF വരെ ആയിരിക്കും. ഇനി വീണ്ടും ഇപ്പുറത്ത് വരാം. എക്സ്റ്റേണൽ മെമ്മറിയുടെ അഡ്രസ് നോക്കുക. എക്സ്റ്റേണൽ മെമ്മറിയുടെ അഡ്രസ് എന്ന് പറയുന്നത് EA കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മള് എന്നുള്ള പിന്നിലോട്ടാ, എന്തോ ആവട്ടെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ലൊക്കേഷൻ 64 കിലോബൈറ്റ് എന്ത് വേണോ അത് വെച്ചിട്ട് അതിനനുസരിച്ച് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതിപ്പോ അഡ്രസ് എങ്ങനെ മെമ്മറി മാപ്പിംഗ് ആണ് ഉദ്ദേശിച്ചത്. മെമ്മറി മാപ്പിങ്ങിനെ പറ്റി ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ പറയാം. ഇനി EA പിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ലോയാക്കി വെച്ചാൽ ലോ ആണെന്ന് നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി എല്ലാം എക്സ്റ്റേണലി മാത്രമേ അഡ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് EA പിൻ ബാർ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. ഇപ്പൊ പറയുന്ന ഇതിലെ കാര്യങ്ങളൊക്കെ ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രജിസ്റ്റർ ബാങ്കിന്റെ അഡ്രസ്, ബിറ്റ് അഡ്രസബിൾ ഏരിയ, ജനറൽ പർപ്പസ് ഏരിയ. എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. റിപ്പീറ്റഡ് സ്ലൈഡ്സ് ആണ്.